വേനലവധിക്ക് നാട്ടിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിലോട്ട് വന്നു. അതിലൊന്നാണ് നല്ല ഐസിടാത്ത നാടൻ മീൻ കൂട്ടി ചോറ് കഴിക്കുക എന്നുള്ളത് കൂടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാമൻ പറഞ്ഞിട്ട് കുളം പിടിക്കുന്നുണ്ട്, നല്ല മീൻ കിട്ടും, വേണമെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ട് പോടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മീൻ മാത്രമല്ല, ഞാൻ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് പറഞ്ഞില്ല. ഞാൻ മക്കളെയും പെറുക്കിക്കൊണ്ട് മീൻ പിടിക്കുന്നത് കാണാനായിട്ട് പോയി. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വല വലിച്ച് മീൻ പിടിക്കുന്നതാണ്. നമ്മുടെ നാടൻ മീൻ കുളത്തിൽ നിന്ന് വല വലിച്ച് മീൻ പിടിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ മക്കളെല്ലാം ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം അവധി സമയത്ത് ഞാനെല്ലാം നാട്ടിൽ നിൽക്കുന്ന സമയത്ത് മീൻ വലിക്കാൻ വരട്ടോട്ടോ വല വലിക്കാൻ പോകുമായിരുന്നു. പക്ഷെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഞാൻ ഇതുപോലെ കുളത്തിനടുത്തോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. അവർ ആദ്യമായിട്ടാണ് മീൻ പിടിക്കുന്നത് കാണുന്നത് തന്നെ. അപ്പോൾ അവർക്കും ഒരു നല്ലൊരു അനുഭവം ആയിക്കോട്ടെ. കാരണം അവർ അവിടെ പോയി കഴിഞ്ഞാൽ റൂം സ്കൂൾ എന്നുള്ളതല്ലാതെ പുറത്തുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൻപുറത്ത് വരുമ്പോഴല്ലേ ഇതുപോലുള്ള പല കാര്യങ്ങളും കാണുന്നത്. അപ്പോൾ അവരെ വിളിച്ച് പെറുക്കിക്കോ അങ്ങോട്ട് പോയി അവരെ കളിൻ്റെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ഡൗട്ടാണ്. ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. വെറുതെ ഇരിക്കാൻ പറഞ്ഞാലും വെറുതെ ഇരിക്കില്ല. അവർ നമ്മളോട് ഓരോന്നും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ നിന്ന് ഒരാൾ താഴത്തേക്ക് കൊടുക്കും. ആ സൈഡിൽ കൂടെ മീൻ പോകാതിരിക്കാൻ താഴെത്തുമ്പോൾ അവർ വലിച്ചു പോകും. ഉണ്ടോ? ഒരു തൊട്ടി വലിച്ചു വിടും. എന്താ വെച്ചാൽ മീൻ വലിക്കുമ്പോൾ അത് ബാക്കിലായാലും മീനകത്ത് പെടുള്ളതുകൊണ്ട് പുറകോട്ട് വലിച്ചു വിടുക. എന്നാൽ ചളി കയറാതിരിക്കാനും കൂടെയാണ്. ചോദിച്ച കാര്യങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും നമ്മുടെ പിള്ളേരല്ലേ, അവർക്ക് നമ്മളല്ലേ അത് വേറെ ആരാ പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പോൾ എല്ലാം ക്ഷമിച്ച് ഓരോ കാര്യങ്ങളും വീണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അവരെന്നിട്ട് അവരുടെ ഡൗട്ട് തീരുന്നില്ല. രണ്ട് ഭാഗത്ത് നിന്ന് വലിക്കാൻ തുടങ്ങി. ഇപ്പം മീനുണ്ടെങ്കിൽ ചാട് നോക്കിക്കോട്ടോ. അടിച്ചു പോയത് ചാടും. അത് അയാൾ മീനിനെ കളഞ്ഞാനോ? വേസ്റ്റ് കോലൊക്കെ എടുത്ത് കളയണം. മുള്ളു അവിടെ ചാടിയപ്പോ പിടിക്കുന്ന മീനിനാരെങ്കിലും കളയുമോ? ത്രൂ ഔട്ട് വീഡിയോ എൻ്റെയും മക്കളുടെയും സൗണ്ട് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ 3 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് ഞാൻ ഇട്ടതെല്ലാം മാക്സിമം എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയതാണ്. പലതരത്തിലുള്ള ടൂണ് മാറ്റിയിട്ടൊക്കെ കോപ്പിറൈറ്റ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ലോങ് വീഡിയോയ്ക്ക് ഒരു ടൂണ് ആഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചു. നിങ്ങളതെല്ലാം സഹിക്കുക. രണ്ട് തലയും വലിച്ച ഏകദേശമായി. ഇപ്പോൾ വല ചുരുക്കാൻ തുടങ്ങി. ഇനി മീനുള്ളത് അത്യാവശ്യം ചാടാൻ തുടങ്ങും. ആ ലെവലിലെത്തിയിട്ടുണ്ട്. ഞാന് ഓറഞ്ച് ബ്രൗണി മീൻ കണ്ടു. ഓക്കെ ഓറഞ്ച് വൈറ്റ് പിങ്ക് യെല്ലോ പിങ്ക് മീനുണ്ടോ? ഇല്ല. ഓറഞ്ച് ഈ കളർ ഈ കളർ ഉണ്ട്. വാള ഈ കളർ എവിടെ ഉണ്ട്? ഈ കളർ കൈ ഈ രണ്ട് കൈയും ആക്കല്ല. വല വലിച്ച് കയറ്റി അവർ തട്ടാൻ തുടങ്ങിയാണ്. തട്ടി ഒരു സൈഡിലോട്ട് മാറ്റി അത് പിറക്കി ആപ്പയിലോട്ടിടും. അപ്പോൾ ഇനി കുളത്തിലോട്ട് ഇറങ്ങി അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കണം. ഇതിനു വേണ്ടി ഞാൻ അത്രയും കാത്തിരുന്നത്. ഇതിന് മുൻപ് 1-2 തവണ വലിച്ചത്. അതുകൊണ്ട് അത്യാവശ്യം മീൻ കുറവായിരിക്കും. എങ്കിലും നമുക്ക് മീൻ പിടിക്കുന്നത് കാണാം.
എത്രത്തോളം മീനുണ്ടെന്ന് കൂടെ നോക്കാം. തോട്ടിലും കായലിലും മാത്രമല്ല, ഇപ്പോൾ കുളത്തിലും തുടങ്ങി പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇത് ചാക്ക്, പൗഡർ, ഡപ്പ ഇല്ലാത്ത വേസ്റ്റുകളൊന്നുമില്ല. എല്ലാ പ്ലാസ്റ്റിക് ഇപ്പോൾ ആളുകൾ പലയിടത്തും കൊണ്ട് വെട്ടാൻ തുടങ്ങി. റോഹു, കട്ല, ചൊടിയൻ, തിലേപ്പി, സൈപ്രൻസ്, ചൊടിയൻ മീൻസ് കണ്ണൻ, ഇതൊക്കെയാണ് കിട്ടിയ മീനുകൾ. കിടക്കുന്നുണ്ടോ ജീവനുള്ള നല്ല കിടക്കുന്ന മീനുകൾ. മീനേ ഞാൻ മീൻ പിടിക്കട്ടെ പ്ലീസ്. അപ്പൊ ഞാൻ പോയിട്ട് മീൻ പിടിക്കട്ടെ. കുളം റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം മീനുകൾ അവിടെ തന്നെ വിറ്റുപോയി. കാരണം പിടയ്ക്കുന്ന മീൻ കണ്ട് ആർക്കായാലും വാങ്ങാതിരിക്കാൻ തോന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് മീനുകൾ അവിടെ തന്നെ വിറ്റുപോയി. അതിനിടയിലാണ് മക്കൾ അതിന് മീൻ ജീവനോട് കൈകൊണ്ട് പിടിക്കണമെന്ന് പറഞ്ഞാൽ അവരതിനിടയിൽ പോയി നിൽക്കാൻ തുടങ്ങിയത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്